ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുരുഷൻ ഒരു റിലേഷൻഷിപ്പിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത 7 കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും കാമുകന്മാരാണെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പുരുഷന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും വരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ലൈഫ് ലോങ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ കാണുന്ന സമയത്ത് ആ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പറയരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പറയുമ്പോൾ അതവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. മാത്രമല്ല ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പുരുഷന് കുറച്ച് ഡ്രസ്സിങ് സെൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ കണ്ടോ, ഈ വ്യക്തിയെ കണ്ടോ, അവർ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് അതുപോലെ ഡ്രസ്സ് ചെയ്തുകൂടെ, ഇങ്ങനെ പറയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അവരെ കണ്ടുപിടി, അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കും വർക്ക് ചെയ്തുകൂടെ. അങ്ങനെ വർക്കിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഡ്രസ്സിങ് സെൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ലൈഫിൽ. ഇപ്പോൾ ആളെ കണ്ടുപിടിക്കുക, മറ്റേ ഭാര്യനെ എന്തോനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആളാണ് അത്ര കുക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല രീതിയിലും നമ്മൾ പല പുരുഷന്മാരുമായിട്ടും കമ്പയർ ചെയ്യുക. ആ കമ്പയറിങ് നമ്മുടെ ഉള്ളിൽ നടന്നു കഴിഞ്ഞാലും അത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ കാമുകനോടൊക്കെ പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവർക്കത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. വേറൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പരാതി പറയുക. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ കിട്ടാത്ത ഒരു കാര്യത്തെ ചൊല്ലി അല്ലെങ്കിൽ 2 കാര്യത്തെ ചൊല്ലിയിട്ടായിരിക്കും എപ്പോഴും ചർച്ചകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അതിന് പൂർണ്ണമായിട്ടും വിമർശിക്കുക, അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക, ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിലോട്ട് പോകുന്ന രീതിയിലൊക്കെ ആ ഒരു വാശി, ക്രിറ്റിസിസം ഒക്കെ നടക്കുക. അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓവറായിട്ട് വിമർശിക്കാതിരിക്കുക, ഓവറായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് പുരുഷന്മാർക്ക് ഓൾമോസ്റ്റ് ഒരു 90% പുരുഷന്മാർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചുറ്റും ഒരു ബോസ് ചമയുക എന്ന് പറയുന്നത്. അഥവാ ഭാര്യ അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞിങ്ങനെ ഓർഡർ ചെയ്യുക. ആ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഭർത്താവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒരു ബോസ് ഒരു എംപ്ലോയിയോട് പറയുന്ന രീതിയിൽ ഭാര്യ അല്ലെങ്കിൽ കാമുകി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഡയലോഗുകൾ, ഓർഡറിങ് ഒന്നും പുരുഷന്മാർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് അവരെ അപ്പിയറൻസിനെ കുറിച്ചിട്ട്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ കഴിവില്ലായ്മകളെ കുറിച്ചിട്ടൊക്കെ എടുത്തെടുത്ത് പറയുന്നത്, അത്തരത്തിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ചില ഭാര്യമാർ അല്ലെങ്കിൽ കാമുകിമാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നീ അത് ചെയ്തോ, അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കി പോവും. ഇപ്പോൾ കല്യാണം കഴിയാത്ത ആളുകളാണെങ്കിൽ നീ ആ ജോലി കിട്ടിയേ മതിയാവും, ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡയലോഗുകളൊന്നും, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗുകളൊന്നും പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളത്ര പോരാ, ഒരു കാര്യത്തിനും നിങ്ങളത്ര പോരാ എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും അതും പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നില്ല. എസ്പെഷ്യലി അത്തരത്തിലുള്ള സംസാരങ്ങൾ പുരുഷന്മാർ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുരുഷന്മാർ
എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോൾ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ, എവിടെയായിരുന്നു, ആരുടെ കൂടെയായിരുന്നു, ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോദിക്കുന്നതിന് പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്. സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കേൾക്കാൻ പുരുഷൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏകദേശം 7 കാര്യങ്ങൾ പറഞ്ഞു. ഈ 7 കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒരു 90% പുരുഷന്മാരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇനി ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, അതൊരു 10%-ലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കെങ്കിൽ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ പോസിറ്റിവിറ്റിയും കൂടുതൽ ഗുണവും കെമിസ്ട്രിയും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ടോ പേഴ്സണൽ കോച്ചിങ്ങോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മറക്കാതെ വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ഹായ് സാർ, എനിക്ക് ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മെസ്സേജ് എനിക്ക് വരും എന്നുള്ളത്. ഇങ്ങനെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരു മാസം 21 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊരു 3 മാസത്തോളം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം ഞാൻ 21 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. സാറിൻ്റെ അത് ഒരു യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു, എന്താ പറയുക, നമുക്ക് യൂണിവേഴ്സിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളൊരു 100% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലൊത്തിരി നന്ദി സാറിനും മാഡത്തിനും യൂണിവേഴ്സിനും ഞാൻ പറയാണ്. ഇനി മുന്നോട്ടേക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ യൂണിവേഴ്സ് നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിന് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ടെസ്കോപ്പ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ വഴിക്ക് ആളുടെ രീതിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഹാപ്പിനെസ് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ നടത്താൻ ഞാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് യൂണിവേഴ്സ് എനിക്ക് ഇങ്ങനെ ഇത്രയും സന്തോഷം എനിക്ക് തന്നത്. 3 മണിക്കൂർ നേരം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നന്ദി സാർ. താങ്ക് യു സോ മച്ച്.